ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അറസ്റ്റിന് പിന്നിൽ സർക്കാരിന് തന്നോടുള്ള വൈരാഗ്യമെന്ന് തന്ത്രി കണ്ഠര് രാജീവര്. തന്ത്രിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് വ്യക്തമാക്കിയ കൊല്ലം വിജിലൻസ് കോടതി പ്രത്യേക അന്വേഷണ സംഘം കൊണ്ടുവന്ന തെളിവുകളെ പൂർണ്ണമായും തള്ളി. കട്ടിളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീക്ക് സുപ്രീംകോടതിയും മുൻകൂർ ജാമ്യം നൽകി. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിന് തന്ത്രി കണ്ഠര് രാജീവര് മൗനാനുവാദം നൽകി. ഗൂഢാലോചനയിൽ പങ്കാളിയായി. ഇങ്ങനെ ഗുരുതര ആരോപണങ്ങളായിരുന്നു തന്ത്രിക്കെതിരെ SITയുടേത്. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും തന്റെ അറസ്റ്റിന് പിന്നിൽ സർക്കാരിന്റെ ശത്രുതാ മനോഭാവമാണെന്നാണ് തന്ത്രിയുടെ നിലപാട്. ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർത്തതാണ് ഇതിന് കാരണമെന്നും തന്ത്രി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം SIT കണ്ഠര് രാജീവർക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്നതാണ് കോടതിയുടെ വിധി. പോറ്റി തന്ത്രി ബന്ധത്തിൽ അന്വേഷണ സംഘം കൊണ്ടുവന്ന തെളിവുകൾ കോടതിയിൽ നിലനിൽക്കുന്നതായിരുന്നില്ല. ഇരുവരും തമ്മിൽ അവിശുദ്ധ ബന്ധത്തിന് തെളിവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ശ്രീരാംപുരം ക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠര് രാജീവരും ഒരേ കാലയളവിൽ ഉണ്ടായിട്ടില്ല. തന്ത്രിയുടെ സാമ്പത്തിക സ്ഥിതി ഒരു തെളിവല്ലെന്നും കോടതിയുടെ ഉത്തരവിലുണ്ട്. പാളികൾ കൊടുത്തുവിട്ടതിൽ തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ദുരുദ്ദേശപരമായി ഒന്നുമില്ല. ദേവസ്വം മാനുവൽ തന്ത്രി ലംഘിച്ചിട്ടില്ലെന്നും കൊല്ലം വിജിലൻസ് കോടതി വ്യക്തമാക്കി. കട്ടിളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് കോടതി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക ശില്പ കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ പത്മകുമാറിന് ജയിലിൽ തുടരേണ്ടി വരും. ആരോഗ്യ കാരണങ്ങൾ പരിഗണിച്ചാണ് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീക്ക് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. SIT നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ചോദ്യം ചെയ്യലിനായി ഹാജരാകാനും ജയശ്രീക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. മീഡിയ 1 തിരുവനന്തപുരം.